പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിക്ക് നേരെയുണ്ടായ പീഡനത്തിൽ കൂടുതൽ അറസ്റ്റുണ്ടാകും. പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ ഇന്ന് 13 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 20ആയി. പ്രതികൾക്കായി ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. പത്തനംതിട്ടയിൽ നിന്നും ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത് ശ്രീജിത്ത് ശ്രീകുമാരനാണ്. ശ്രീജിത്ത്, ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഇക്കാലങ്ങളിൽ ഇത്രയധികം പേരൊരു ചെറിയ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ആരും അറിയുന്നില്ല. വീട്ടുകാരോ അധ്യാപകർക്കോ ഒന്നും ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ തോന്നുന്നില്ല എന്ന് പറയുന്ന ഉറപ്പായി അത്ഭുതപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതുമാണ്. അതിൻ്റെ നിയമവഴികൾ അല്ലെങ്കിൽ അതിൻ്റെ അറസ്റ്റ് വഴികൾ എത്രത്തോളം വ്യാപകമാകാനാണ് സാധ്യത? ശ്രീത്. ഹാഷ്മി, ഇന്നിപ്പോൾ 13 പേർ എന്ന ഒരു നമ്പറാണ് ഉള്ളത് ഇവിടെ കസ്റ്റഡിയിലുള്ള ആളുകൾ. അത് കസ്റ്റഡി മാത്രമാണ്. അതിൽ എത്ര പേർ പ്രതികളാണ് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പോൾ അറസ്റ്റിലായ പലരും നേരിട്ട് ഈ പറയുന്നത് പോലെ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച ആളുകൾ ആയിക്കൊള്ളണമെന്നില്ല. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പറയുന്നത് പോലെ ചില ദൃശ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കുകയും ഈ പീഡനത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്ന തരത്തിലുള്ള വകുപ്പുകളൊക്കെ ഇട്ട ഒരു കേസാണ് ഇപ്പോൾ നിലവിൽ പലരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഇന്നലെ അറസ്റ്റിലായ ചില റാന്നി സ്വദേശികളും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പത്തനംതിട്ട സ്വദേശികൾ അടക്കമുള്ള ആളുകളാണ്, ഇലവന്തിട്ട സ്വദേശികൾ അടക്കമുള്ള ആളുകളാണ് നേരിട്ട് പീഡിപ്പിച്ചു എന്ന തരത്തിൽ പോലീസ് വകുപ്പുകൾ ചേർത്ത് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ ഈ 13 എന്ന നമ്പറിലേക്ക് കൂടി എത്തുകയാണെങ്കിൽ അതൊരു 33 എന്നൊരു നമ്പറിലേക്ക് എത്തും. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമാണ്. പെൺകുട്ടി 39 ആളുകൾ നേരിട്ട് പീഡിപ്പിച്ചു എന്ന തരത്തിൽ മൊഴി നൽകിയെന്ന് നമുക്ക് CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ ആ നേരിട്ട് പീഡിപ്പിച്ച 39 അല്ലെങ്കിൽ 40 പേരുടെ പേരുവിവരങ്ങൾ പോലീസിന്റെ പക്കലുമുണ്ട്. ഇതിൽ ചില ഫോൺ നമ്പറുകൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം, ഇവർ ജില്ല വിടുകയോ അല്ലെങ്കിൽ സംസ്ഥാനം വിടുകയോ ഒക്കെ ചെയ്തോ എന്ന അന്വേഷണം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ജില്ലയിലെ പത്തനംതിട്ട, കോന്നി, റാന്നി, മലയാലപ്പുഴ അതുപോലുള്ള പോലീസ് സ്റ്റേഷൻ പരിധികളിലെല്ലാം തന്നെ കേസ് ചാർജ് ചെയ്യപ്പെടാൻ, പുതിയ FIR-കൾ രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഈ പീഡിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പ്രധാനമായും ചുട്ടിപ്പാറ, അതുപോലെ തന്നെ കോട്ടയത്തെ ഒരു ടൂറിസം കേന്ദ്രം, അതുപോലെ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ പരിസരത്തെ ഒരു ഒഴിഞ്ഞ കെട്ടിടം, അങ്ങനെ പല മേഖലകൾ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം, അങ്ങനെ പല മേഖലകൾ പോലീസ് ഇതിനകം തന്നെ പറയുന്നുണ്ട്. എന്തായാലും പ്രതികൾ കാറിൽ വെച്ചും പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലടക്കം കാറിൽ കൊണ്ടുവന്ന് പെൺകുട്ടികൾ പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ആ കാറുകളടക്കം 2 കാറുകൾ, ഒന്ന് ഇലവന്തിട്ടയിലും അതുപോലെ തന്നെ ഒന്ന് പത്തനംതിട്ടയിലും 2 കാറുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും പെൺകുട്ടിയുടെ മൊഴി ഇന്ന് വീണ്ടും രേഖപ്പെടുത്തുന്നുണ്ട്. ഈ 62 എന്നത് ഒരു എക്സാജറേഷൻ നമ്പറാണ് എന്ന് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. 62ലേക്കൊന്നും ഒരുപക്ഷെ എത്താനുള്ള സാധ്യത ഇല്ല. പക്ഷേ നിലവിൽ പോലീസ് പെൺകുട്ടിയുടെ മൊഴി ഒന്നുകൂടി രേഖപ്പെടുത്തി അതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തി, ഒന്നുകൂടി വ്യക്തത വരുത്തിയതിനു ശേഷം മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി കുറച്ച് FIR-കൾ കൂടി രജിസ്റ്റർ ചെയ്യും. ദക്ഷിണ മേഖല DIG R നിശാന്തിന് ഇക്കാര്യത്തിൽ വ്യക്തമായൊരു നിർദ്ദേശം ഇതിനകം തന്നെ നൽകിക്കഴിഞ്ഞു. ഈ ഒരു കാർഡ് കയറിയുള്ള ഒരു അറസ്റ്റ് അല്ലെങ്കിൽ കാർഡ് അടച്ച് ആരെ കണ്ടാലും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക എന്നൊരു നടപടിയിലേക്ക് പോകരുത്. മൊബൈൽ ഫോണുകൾ പരിശോധിച്ച്, ഫോൺ കോൾ ലൊക്കേഷനുകൾ പരിശോധിച്ച് പെൺകുട്ടിയുടെ മൊഴി പ്രകാരം ആ സമയത്ത് ഉണ്ടായിരുന്നുവെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം അറസ്റ്റ് മതി, അല്ലാതെ മറ്റു തരത്തിലേക്ക് പോകരുത്. ഇത് കേരളത്തിൻ്റെ ഒരുപക്ഷെ കേരളത്തിൽ ഇത്തരത്തിലൊരു സംഭവം ആദ്യമായിട്ടായിരിക്കാം എന്നാണ് പോലീസ് പറയുന്നത്. സമീപഭാവിയിൽ ഒന്നും തന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായുള്ള രീതിയിലുള്ളൊരു അറസ്റ്റ് നടപടി മാത്രമാണ് ആവശ്യമുള്ളൂ എന്ന് DIG R നിശാന്തിനി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പത്തനംതിട്ട SP എല്ലാറ്റിനും മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. DYSP S നന്ദകുമാറിനാണ് അന്വേഷണ ചുമതല. എന്തായാലും ഒരു 12 മണിയോടുകൂടി കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഹാഷ്മി. ശ്രീത്ത്, ഞാൻ തുടക്കത്തിൽ ഇത് നമുക്ക് അടുത്ത കാലത്ത് കേൾക്കാത്തൊരു സംഭവമാണ്. ഇത്രയധികം ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാഗറേഷൻ എന്നൊക്കെ പറയുന്നത് എനിക്ക് എത്രത്തോളം അറിയില്ല. ഒരു പെൺകുട്ടി അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ എന്നും അറിയില്ല. മാത്രമല്ല, പെൺകുട്ടി ഈ ഫോൺ നമ്പറുകൾ പിതാവിൻ്റെ ഫോണിൽ ശേഖരിച്ചിട്ടു എന്ന് പറയുന്നുണ്ട്. അവിടെ പിതാവാണ് ഫോൺ കൈകാര്യം ചെയ്യുക എന്ന് നമുക്കറിയാം. അല്ല, പെൺകുട്ടി അച്ഛനറിയാതെ പെൺകുട്ടി ഫോൺ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. സ്കൂളുണ്ട്, സ്കൂളിൽ അധ്യാപകരുണ്ട്, അവിടെ കൂട്ടുകാരായ വിദ്യാർത്ഥികളുണ്ട്. ഇതാരും ഇക്കാലം അത്രയും ഇതൊന്നും പുറത്തറിഞ്ഞില്ല എന്ന് പറയുന്നത് എത്രത്തോളം അവിശ്വസനീയമാണ്? വിശ്വസിക്കാൻ കഴിയുമോ ശ്രീത്? അതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഹാഷ്മി. പിന്നെ ഹാഷ്മി പറഞ്ഞൊരു കാര്യം, പിതാവിൻ്റെ ഫോൺ പരിശോധിച്ചില്ല അല്ലെങ്കിൽ പിതാവ് ഫോൺ നോക്കിയില്ല എന്നാണ്. പിതാവ് ഈ ഫോൺ പെയിൻറ്റിംഗ് ജോലിക്ക് പോകുന്ന ആളാണ്. അദ്ദേഹം സ്ഥിരം മദ്യപാനിയാണെന്നാണ് പറയുന്നത്. ഈ ഫോൺ കൊണ്ടുപോകാറില്ല, വീട്ടിൽ തന്നെ വെച്ച് പോകാറാണ് പതിവ് എന്നാണ് പറയുന്നത്. പെയിൻറ്റിംഗ് ജോലിക്ക് കരാറുകാർ വിളിക്കുന്ന സമയത്ത് പോകും, അതിനുശേഷം വീട്ടിൽ വരും. മദ്യപാനിയാണ്, ഈ ഫോൺ നോക്കാറില്ല. നിരവധി അശ്ലീല വീഡിയോകൾ ഈ ഫോണിലുണ്ട്. അത് ഇത്ര അധിക കാലം ഉപയോഗിച്ച പിതാവ് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ പെൺകുട്ടിയുടെ ഫോൺ അതീവ രഹസ്യമായി കൊണ്ടുവന്ന് കൊടുക്കുകയായിരുന്നു CWC
ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ്റെ പക്കൽ ഏൽപ്പിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ അമ്മ ചെയ്തത്. ഈ പിതാവിൻ്റെ ഫോൺ പിതാവ് അപ്പോഴും അറിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ ഫോൺ കൊണ്ടുപോകുന്നതെന്ന് പിതാവ് അപ്പോഴും അറിഞ്ഞിട്ടില്ല. എന്തായാലും പിതാവ് ആ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ അദ്ദേഹത്തിനില്ല. ഈ ഫോണിനെ ഉപയോഗം മുഴുവൻ നടത്തിയിരുന്നത് ഈ പെൺകുട്ടി തന്നെയാണ്. ഇതിൽ നിന്നാണ് 40ഓളം കോൺടാക്റ്റുകൾ പെൺകുട്ടി എടുത്തു കൊടുത്തത്. ഇത് ഇയാളുമായിട്ട് എന്താണ് ബന്ധം, ഇയാളായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് പെൺകുട്ടിയാണ്. അപ്പോൾ ആ ഫോൺ ഉപയോഗിച്ചിരുന്നത് പെൺകുട്ടിയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, പെൺകുട്ടി ആളുകളെ മുഴുവൻ തിരിച്ചറിയാൻ വേണ്ടി, ആളുകളുടെ പശ്ചാത്തലം അറിയാൻ വേണ്ടി എല്ലാവരുടെയും വീട്ടിലേക്ക് പോകാനുള്ള വഴിയും അതുപോലെ തന്നെ ഡയറിയിൽ ആരൊക്കെ തന്നെ ചൂഷണം ചെയ്തു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം, പെൺകുട്ടി അത്ലറ്റാണ്. ഈ അത്ലറ്റായ പെൺകുട്ടി പല മേഖലകളിലേക്കും മീറ്റുകൾക്കായൊക്കെ പോകും. അപ്പോൾ അത്തരത്തിലൊരു പീഡനം നടന്നു എന്ന കാര്യത്തെക്കുറിച്ച് അവിടെ ഒന്നും പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് സ്ഥിരമായി വരാത്തതിനെക്കുറിച്ചോ ഒന്നും തന്നെ ഒരു സംശയം തോന്നാനുള്ള ഇടയും അപ്പോൾ എന്തായാലും മാത്രത്തിൽ അതിൽ കുറേയധികം സംശയങ്ങളുണ്ട്. എങ്ങനെയാണ് ഇത്രയധികം പേർ ഉപദ്രവിക്കുമ്പോഴും ആരും അറിയാതെ പോകുന്നത് എന്ന്? അങ്ങനെയാണെങ്കിൽ അത് രക്ഷാകർത്താക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ പരാജയത്തിൻ്റെ പട്ടികയിൽപ്പെടുന്നതാണ്.